ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ച ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ എവരി ലിറ്റിൽ ബിറ്റ് ഹെൽപ്സ് എന്ന പേരിലാണ് പദ്ധതി. $20 മില്യൺ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനായി ഫെഡറൽ സർക്കാർ $20 മില്യൺ ചിലവിൽ ഒരു ദേശീയ അവബോധ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ആഗോളതലത്തിൽ ഉയരുന്ന ഇന്ധന വിതരണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ഇന്ധന വിതരണ ശൃംഖലയെ ബാധിച്ചിരിക്കുന്നതായി സർക്കാർ വ്യക്തമാക്കി. എവറി ലിറ്റിൽ ബിറ്റ് ഹെൽപ്സ് എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള ലളിതമായ മാർഗം സ്വീകരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കുക, വാഹനങ്ങൾ ശരിയായി പരിപാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തെ ഇന്ധന ആവശ്യകത കുറച്ച് ആരോഗ്യ പരിചരണം, ഗതാഗതം, കൃഷി തുടങ്ങിയ അത്യാവശ്യ മേഖലകൾക്ക് ഇന്ധനം ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. ഈ ക്യാമ്പയിൻ ടെലിവിഷൻ, റേഡിയോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. എന്നാൽ ചില വിമർശകർ ഈ ക്യാമ്പയിൻ അനാവശ്യ ചെലവാണെന്നും ജനങ്ങളുടെ ജീവിതശൈലിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണെന്നും ആരോപിച്ചു. സ്മിത നായർ, 24 ഓസ്ട്രേലിയ.